നമസ്കാരം. അറബിക്കടലിനും സഹ്യനുമിടയിൽ മതേതരത്വത്തിന്റെയും അതിജീവനത്തിന്റെയും അധ്യായങ്ങൾ രചിച്ച ഭൂമിക, മലയാളമെന്ന ദൃശ്യചാരുത, ഭൂപരിഷ്കരണത്തിലൂടെ ചരിത്രം രചിച്ച മണ്ണ്, പുതുചരിത്രമെഴുതി സപ്തതിയിലേക്ക്. ഇന്നു മുതൽ അതിദരിദ്രരില്ലാത്ത കേരളം, അതിജീവനത്തിന്റെ പാഠം സ്വാംശീകരിക്കാൻ പ്രതിസന്ധികളിൽ പതറാത്ത ഈ ഭൂമികയോളം പോന്ന മറ്റൊരിടവുമുണ്ടാവില്ല. പ്രിയപ്പെട്ട ന്യൂസ് 8ന്റെ എല്ലാ പ്രേക്ഷകർക്കും കേരളപ്പിറവി ആശംസകൾ. നോക്കാം 9 മണിയിലെ പ്രധാന വാർത്തകൾ. അതിനു മുൻപ് ഇപ്പോൾ നിയമസഭ തത്സമയം ആരംഭിച്ചു. അതിലേക്ക് ഓർഡർ ബഹുമാനപ്പെട്ട സഭ അസംബിൾ ആവട്ടെ പ്ലീസ്. തരാം. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി, ഇന്നേക്ക് ശനിയാഴ്ച ദിവസമായി ഇന്ന് സഭ യോഗം ചേരുന്നതിനായി ബന്ധപ്പെട്ട ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്ന ഉപേക്ഷ അവതരിപ്പിക്കാവുന്നതാണ്. സാർ, 2025 നവംബർ 1 ശനിയാഴ്ച ദിവസമായ ഇന്ന് സഭ യോഗം ചേരുന്നതിലേക്കായി കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 13(2) താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുവാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം മേൽ സൂചിപ്പിച്ച ചട്ടങ്ങളിലെ ചട്ടം 313 പ്രകാരം ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപം അംഗീകരിക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. സർ, പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ്. അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളപ്പിറവി ദിനമാണിന്ന്. കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ച ഒരു ചരിത്ര അതിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെ ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം എക്കാലത്തും വിലയിരുത്തും സർ. ചരിത്രം ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കും സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവന നടത്താവുന്നതാണ്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ കാര്യം തീർത്തും അപ്രസക്തമായ ഒരു കാര്യമാണ്. ഇവിടെ 2025 നവംബർ 1 സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ആ മന്ത്രിസഭാ യോഗ ദിവസം നമ്മുടെ അതിദാരിദ്ര്യ കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അതിദാരിദ്ര്യമുക്തമാകാൻ ബാക്കിയുള്ളത്. മന്ത്രിസഭ കാണുകയാണ് ആ കുടുംബം അതിദാരിദ്ര്യമുക്തമാകുന്ന കാര്യം വെബ്സൈറ്റിൽ വന്നത്. അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സർ, ഇതൊന്നും ഒരു രഹസ്യമായ കാര്യമല്ല. എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ ഭയപ്പെടുന്നതെന്നാണ് ഒരു തരത്തിലും മനസ്സിലാകുന്നത്. ആ കാര്യം കേരളമാകെ അറിയാം, കേരളത്തിന് പുറത്തും അറിയാം. ഇത് ചരിത്രപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് നിയമസഭ നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം
എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമസഭയുടേതായ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. പിന്നെ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ്. സർ, ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുള്ളൂ. ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട്. ഇപ്പോൾ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും. അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. സർ, ദേശീയ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് മുൻപ് ഉയർത്തിയതാണ് ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. പക്ഷേ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ആദ്യ നാളുകളിൽ ഇതിനായി ദീർഘമായ പോരാട്ടങ്ങൾ വേണ്ടി വന്നു. ഈ പോരാട്ടങ്ങളുടെ പരിണിത ഫലമാണ് ഐക്യ കേരള രൂപീകരണം. ഐക്യ കേരളം എന്ന മലയാളികളുടെ സ്വപ്ന സാക്ഷാത്കാരം യാഥാർത്ഥ്യമായ ശേഷം 69 വർഷം ഇന്ന് പൂർത്തിയാവുകയാണ്. ഓരോ കേരളപ്പിറവി ദിനവും നാം ആഹ്ലാദത്തോടെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗ പിറവിയുടെ ദിനമാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരളപ്പിറവിയാണിത്. ചരിത്രപ്രധാനമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്കും നയപ്രഖ്യാപനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയമസഭയാണിത്. നവകേരള സൃഷ്ടിയുടെ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുന്ന ചരിത്ര മുഹൂർത്തത്തിലാണ് ഈ സഭ സമ്മേളിക്കുന്നത്. 2021 പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത പ്രധാന തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു സുപ്രധാന വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഇത്. ഇതേ തുടർന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനുള്ള പ്രക്രിയ ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരം കുടുംബങ്ങളെ കണ്ടെത്താനായി നിയമസഭാംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ സജീവ ജനപങ്കാളിത്തത്തോടെയാണ് ഈ പ്രക്രിയ നടന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ഗുണഭോക്തൃ കുടുംബങ്ങളെ കണ്ടെത്തിയാണ് ചരിത്രപ്രധാനമായ ഈ പദ്ധതിക്ക് ആരംഭം കുറിച്ചത്. അതിദാരിദ്ര്യ നിർണയം പൈലറ്റ് അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും അഞ്ചുതെങ്ങ്, തിരുനെല്ലി ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കി. പിന്നീട് ഇത് സംസ്ഥാനത്തെമ്പാടും വ്യാപിപ്പിച്ചു. തദ്ദേശ സ്ഥാപന തലത്തിൽ നടത്തിയ വിവരശേഖരണത്തിലൂടെ കണ്ടെത്തിയ കുടുംബങ്ങളെ സൂക്ഷ്മ പരിശോധന നടത്തി വാർഡ് സമിതികൾ ശുപാർശ ചെയ്തു. ഈ കുടുംബങ്ങളെ സംബന്ധിച്ച് മൊബൈൽ ആപ്പ് വഴി
കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. ഇത് സൂപ്പർ ചെക്കിന് വിധേയമാക്കുകയും കരട് പട്ടിക തയ്യാറാക്കുകയും ചെയ്തു. ഈ പട്ടിക ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് അതിൽ നിന്നാണ് 1032 തദ്ദേശ സ്ഥാപനങ്ങളിലായി 64,006 കുടുംബങ്ങളിലെ 1,03,099 വ്യക്തികളെ അതിദരിദ്രരായി കണ്ടെത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിപുലമായ പങ്കാളിത്താധിഷ്ഠിതമായ പ്രക്രിയയിലൂടെയാണ് ഗുണഭോക്തൃ നിർണയം നടത്തിയത്. ആഹാരം, ആരോഗ്യം, വാസസ്ഥലം, വരുമാനം എന്നിവയാണ് അതിദരിദ്രരെ നിർണയിക്കുന്നതിനുള്ള ക്ലേശഘടകങ്ങളായി കണക്കാക്കിയത്. അതിനുശേഷം ഹ്രസ്വകാല, ഇടക്കാല, ദീർഘകാല പരിപാടികളായി തരംതിരിച്ചുകൊണ്ട് ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി. 2023-24, 2024-25 സാമ്പത്തിക വർഷങ്ങളിൽ 50 കോടി രൂപ വീതവും 2025-26 60 കോടി രൂപയും ഈ പദ്ധതിക്കായി പ്രത്യേകം അനുവദിച്ചു. ആരോഗ്യ പരിപാലനത്തിനും ഭവന നിർമ്മാണത്തിനും ജീവനോപാധികൾ ഉറപ്പാക്കുന്നതിനുമാണ് ഈ തുക വിനിയോഗിച്ചത്. നാം ഇപ്പോൾ കൈവരിച്ചത് അനിതര സാധാരണമായ നേട്ടമാണ്. എവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു ഹ്രസ്വ അവലോകനം ഇവിടെ പ്രസക്തമാണ്. 5 ദശാബ്ദങ്ങൾക്ക് മുൻപ് 1970 നവംബർ ഏഷ്യൻ സർവേ എന്ന അക്കാദമിക് ജേർണലിൽ കേരളത്തിൻ്റെ അന്നത്തെ സ്ഥിതിയെപ്പറ്റി റോബർട്ട് എൽ ഹാർഡ്ഗേവ് എന്ന പ്രശസ്ത സാമൂഹ്യശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ഉദ്ധരണി: കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ താഴെയാണ്. ഉയർന്ന ജനനിരക്കും ഭൂമിക്കുമേലുള്ള സമ്മർദ്ദവും ഈ കൊച്ചു സംസ്ഥാനത്തിൽ വളരെ അധികമാണ്. ഉദ്ധരണി അവസാനിച്ചു. എന്നാൽ ഇന്നത്തെ കേരളം അതല്ല. ജനനിരക്കും മരണനിരക്കും കുറക്കുന്നതിൽ നാം ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. കാർഷിക ബന്ധങ്ങളിലെ സമഗ്ര പരിഷ്കരണവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പൊതു ഇടപെടലും ശക്തമായ പൊതുവിതരണ സമ്പ്രദായവും നമ്മുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് മുഖേന നടത്തിയ 1975 കേരളത്തിലെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വികസന നയം എന്ന വിഷയത്തിലെ പഠന റിപ്പോർട്ടിൽ പേജ് 11 പട്ടിക 1 15 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1961-62 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനസംഖ്യയുടെ ശതമാനം എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഈ കണക്കുകളെ വിമർശന വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധേയമാണ്. കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ 90.75%, നഗരമേഖലയിൽ 88.89% ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. അതായത് അക്കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നത് കേരളത്തിലായിരുന്നു. അവിടെ നിന്നാണ് കേരളം ഇന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത്. നീതി ആയോഗിലെ വിദഗ്ധരുടെ അനുമാനത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കേരളത്തിലെ ജനസംഖ്യ
2022-23 0.48%. ഇതനുസരിച്ച് 1,64,640 പേരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത്. 2025 കേരള ജനസംഖ്യ 3.60 കോടിയായിട്ടാണ് അനുമാനിക്കപ്പെടുന്നത്. ഇതിൽ 1,72,800 ആളുകളാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതായി നീതി ആയോഗിൻ്റെ കണക്കുകൾ കാണിക്കുന്നത്. ഇതിലുൾപ്പെട്ട 64,006 കുടുംബങ്ങളിലെ 1,03,099 പേരെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് 26.59%. അഖിലേന്ത്യാ ശരാശരി 11.28%. ബഹുജന പ്രസ്ഥാനങ്ങളും പുരോഗമന സ്വഭാവമുള്ള സർക്കാരുകളും നടത്തിയ നിരന്തരമായ ഇടപെടലുകളാണ് നാം കൈവരിച്ച ഈ നേട്ടത്തിന് പിന്നിൽ. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പാർശ്വവൽക്കരിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രധാന ലക്ഷ്യമാണ്. ഇതിൻ്റെ ഭാഗമായാണ് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഊന്നൽ നൽകുന്നത്. ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അടിസ്ഥാന രേഖകൾ പോലുമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്കായി അവകാശം അതിവേഗം എന്ന യജ്ഞം നടത്തി 21,263 പേർക്കാണ് ഇതിലൂടെ സേവനങ്ങളും രേഖകളും ലഭ്യമാക്കിയത്. ആരോഗ്യ ഇൻഷുറൻസ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, തൊഴിൽ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയൊക്കെ എത്തിച്ചു കൊടുത്തു. മൂന്ന് നേരവും ആഹാരം കണ്ടെത്താൻ കഴിയാത്തവർക്ക് ഭക്ഷ്യ കിറ്റുകളും തടസ്സമില്ലാത്ത ആഹാര ലഭ്യതയും ഉറപ്പാക്കി. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകളടക്കം ഇതിനുപയോഗിച്ചു. 20,648 അതിദരിദ്ര കുടുംബങ്ങൾക്ക് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഇന്ന് ഭക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. ആരോഗ്യ സേവനം, മരുന്ന് ലഭ്യത, വാക്സിനേഷൻ, കൂട്ടിരിപ്പ് എന്നിവയൊക്കെ ഉറപ്പുവരുത്തി. പാലിയേറ്റീവ് കെയർ മുതൽ അവയവമാറ്റ ശസ്ത്രക്രിയ വരെ ലഭ്യമാക്കി. തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചും ജീവനോപാധികൾ നൽകിയും ഷെൽട്ടർ ഹോമുകൾ ഉറപ്പാക്കിയുമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. പുതിയ വീട് വേണ്ടവർക്കത്, ഭൂമിയും വീടും വേണ്ടവർക്കത്, വീട് പുതുക്കിപ്പണിയേണ്ടവർക്കത് എന്നിവയെല്ലാം ലഭ്യമാക്കി. ഭൂമി പതിച്ചു നൽകലടക്കമുള്ള കാര്യങ്ങൾ സുഗമമാക്കി. സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പഠന സൗകര്യം, ഗ്രാമീണ തൊഴിലുറപ്പ്, ജീവനോപാധി വിതരണം തുടങ്ങിയവയിലൂടെ ഒരിടത്തും പട്ടിണിയില്ല എന്നുറപ്പാക്കി. മുഖ്യമന്ത്രി തലം മുതൽ കൃത്യമായ മേൽനോട്ടം നടത്തിയതും ഓരോ അവസരത്തിലും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതും ലക്ഷ്യം കൈവരിക്കുന്നത് ദ്രുതഗതിയിലാക്കി. വേണ്ടി നടത്തുന്ന PR പ്രൊപ്പഗാൻഡയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അതിന്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. വളരെ അപകടമുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ കേരള പിറവി ദിനത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കേരളത്തിന് പല ആനുകൂല്യ ഭവന നിർമ്മാണത്തിനുള്ള സഹായവും നൽകി. ഭവന പുനരുദ്ധാരണം നടത്താൻ 1 ലക്ഷം രൂപ മാത്രം നൽകാനേ ചട്ടമുണ്ടായിരുന്നുള്ളൂ.
എന്നാൽ അതിദരിദ്ര കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ നൽകുന്നതിനായി പ്രത്യേക നടപടികൾ സ്വീകരിച്ചു. ഭൂമി ആവശ്യമുള്ളവർക്ക് അത് കണ്ടെത്തുന്നതിനായി ബൃഹത്തായ ഇടപെടലുകളാണ് ഉണ്ടായത്. 28 ഏക്കർ ഭൂമിയാണ് അതിനായി സ്പെഷ്യൽ ഡ്രൈവിലൂടെ കണ്ടെത്തിയത്. ഇതുകൂടാതെ മനസ്സോടിത്തിരി മണ്ണ് യജ്ഞത്തിൻ്റെ ഭാഗമായി 2.03 ഏക്കർ ഭൂമിയും ലഭ്യമാക്കി. ഭൂമി നൽകാൻ മുന്നോട്ട് വന്ന എല്ലാ സുമനസ്സുകൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കും. വരുമാനമില്ലാതെ കഷ്ടത അനുഭവിച്ചിരുന്ന 4394 കുടുംബങ്ങൾക്ക് സ്വയം വരുമാനം നേടാനുള്ള സഹായം നൽകി. കുടുംബശ്രീ മുഖേന ഉജ്ജീവനം പദ്ധതിയിലൂടെ 3822 പേർക്ക് പരിശീലനവും ധനസഹായവും ഉറപ്പാക്കി. 35,041 കുടുംബങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കി. ഇതിനു പുറമെ 228 പേർക്ക് ജീവനോപാധികളും നൽകി. 5132 കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കി. 5583 കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനുള്ള പദ്ധതിയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള യാത്രാ സൗജന്യവും നടപ്പാക്കി. 331 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കി. 331 കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകി. 428 ഏകാംഗ കുടുംബങ്ങളെ സുരക്ഷിതമായ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതിനു പുറമെ 520 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 1000 കോടിയിലധികം രൂപയാണ് കേരളം ചെലവഴിച്ചത്. ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചവയാണ്. 1940കളിൽ തിരുവിതാംകൂറിൽ വലിയ തോതിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുകയും പല ഭാഗങ്ങളിലും കൊടിയ ദാരിദ്ര്യം നടമാടുകയും ചെയ്തു. മലബാറിലും തെക്കൻ കൻറയിലും ജന്മിമാരുടെ പൂഴ്ത്തിവെപ്പ് കാരണം ഭക്ഷ്യധാന്യങ്ങളില്ലാതെ സാധാരണ ജനങ്ങൾ വലയുന്ന അവസ്ഥയും സംജാതമായി. ഇതിനെതിരെ ചരിത്രപ്രസിദ്ധമായ കർഷക സമരങ്ങളും തൊഴിലാളി സമരങ്ങളും അരങ്ങേറുകയും അവയെ സാമ്രാജ്യത്വ നാട്ടുരാജാക്കന്മാരുടെ ഭരണകൂടങ്ങൾ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം നടന്ന സുപ്രധാന കാൽവെപ്പായിരുന്നു കുടിയൊഴിപ്പിക്കൽ നിരോധനവും സമഗ്ര കാർഷിക ബന്ധ പരിഷ്കരണവും. 1960കളിൽ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ കേരളത്തിലെ ബഹുജന പ്രസ്ഥാനങ്ങൾ സംഘടിതമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും തൽഫലമായി സാർവത്രിക റേഷനിങ് സമ്പ്രദായം നടപ്പിൽ വരികയും ചെയ്തു. കൂലിക്കായി കർഷക തൊഴിലാളികൾ നടത്തിയ പോരാട്ടങ്ങൾ ഉൾപ്പെടെ പട്ടിണിക്കും ദാരിദ്ര്യത്തിനുമെതിരെ ഒട്ടനവധി സമരങ്ങൾ ഉയർന്നു വന്നു. ഇവയ്ക്കൊപ്പം പുരോഗമന സ്വഭാവമുള്ള സർക്കാരുകൾ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ക്ഷേമപ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ നടപ്പാക്കിയത് കേരളത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനസംഖ്യയെ ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ സഹായകമായി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ഇതിനു മുൻപ് സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിനും ഭൂരാഹിത്യവും ഭവനരാഹിത്യവും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും കൈക്കൊണ്ട നടപടികളുടെ തുടർച്ചയാണ്. ഇവയുടെയൊക്കെ ഫലമാണ് നാം ഇന്ന് പ്രഖ്യാപിക്കുന്ന ഈ അഭിമാനകരമായ നേട്ടം. ഈ നിലയിൽ സമയബന്ധിതമായി ജനകീയ പങ്കാളിത്തത്തോടെ ക്ലേശകരമാം വിധമാണ്
ലക്ഷ്യം സാധിച്ചത് എന്നത് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതിദാരിദ്ര്യമുക്ത പദവി സുസ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള ജാഗ്രതായ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കേണ്ടത്. മുക്തരായവരിൽ ആരും തിരികെ അതിദാരിദ്ര്യത്തിലേക്ക് വീണുപോകില്ല എന്നുറപ്പാക്കണം. അതിനായി കാലാകാലങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിനായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായുള്ള രൂപരേഖ തയ്യാറായിട്ടുണ്ട്. അതിദാരിദ്ര്യമുക്തരായവരുടെ കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമൂഹിക നീതി, തുല്യത എന്നിവ ഉറപ്പുവരുന്നതിനും ജാഗ്രതയോടെയുള്ളതും ജനപങ്കാളിത്തത്തോടെയുള്ളതുമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൂടെ ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്യുന്ന സുസ്ഥിര വികസന സൂചികയിൽ കേരളം ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നതാണ്. അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന വിഭാഗത്തെ വ്യാപകമായ ജനപങ്കാളിത്തത്തോടെ കൃത്യമായ ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തത്. കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നു എന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട്. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പുതിയ ഒരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുൻപാകെ നാം സമർപ്പിക്കുകയാണ്. കേരളം പല ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പരീക്ഷണശാലയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ പരീക്ഷണങ്ങൾ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മാതൃകയാകും എന്ന് പ്രത്യാശിക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, തദ്ദേശഭരണ വകുപ്പ്, ഇല, കുടുംബശ്രീ മിഷൻ, ലൈഫ് മിഷൻ, റവന്യൂ, ഭക്ഷ്യ പൊതുവിതരണ, കൃഷി, ഗതാഗത, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യനീതി, തൊഴിൽ, രജിസ്ട്രേഷൻ, ഫിഷറീസ്, വനിതാ ശിശു, വൈദ്യുതി, ജലവിഭവ, സഹകരണ വകുപ്പുകൾ തുടങ്ങിയവ ചേർന്ന വലിയ കൂട്ടായ്മയാണ് പദ്ധതി വിജയിപ്പിക്കുന്നതിനായി രൂപപ്പെട്ടത്. സന്നദ്ധ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പങ്കാളിത്തവും സഹായവും മുൻകൈ പ്രവർത്തനങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തി. ഇതിന് സഹകരിച്ചവർക്കൊക്കെ ഈ ഘട്ടത്തിൽ അകമഴിഞ്ഞ നന്ദി പറയട്ടെ. 62 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകിയതും 4,70,000-ഓളം ഭവൻരഹിത കുടുംബങ്ങൾക്ക് വീടുകൾ ലഭ്യമാക്കിയതും 6,000-ഓളം ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വ്യാപിപ്പിച്ചതും 43 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കിയതും 4 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കിയതും അടക്കമുള്ള നടപടികളാണ് കേരളത്തിലെ അതിദാരിദ്ര്യത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും വലിയ അളവിൽ കുറക്കാൻ സഹായകരമായത്. നവകേരള നിർമ്മിതിയുടെ ഒരു പ്രധാന നാഴികക്കല്ല് കൂടി നാം പിന്നിടുകയാണ്. എന്നാൽ ഇത് അവസാനമല്ല, പുതിയ തുടക്കമാണ്. അതിദാരിദ്ര്യം വീണ്ടും തലപൊക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള നമ്മുടെ യാത്ര കൂടുതൽ ഊർജ്ജസ്വലമായി തുടരുമെന്ന പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെയെല്ലാം സാക്ഷി നിർത്തി കേരള ജനതയെ അറിയിക്കുന്നതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. നാടിൻ്റെ വികസനത്തിൻ്റെ ഗുണഫലം
സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിനും ലഭിക്കുമ്പോൾ മാത്രമേ സാമൂഹ്യ വികസനവും സാമ്പത്തിക പുരോഗതിയും അർത്ഥവത്താവുകയുള്ളൂ. അപ്പോൾ മാത്രമേ കേരളം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വന്തം നാടായി മാറുകയുള്ളൂ. സജീവ ജനപങ്കാളിത്തത്തോടെയും സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് കേരളത്തിന് ലോകത്തിൻ്റെ സാമൂഹ്യ ഭൂപടത്തിൽ അനിഷേധ്യമായ സ്ഥാനം നേടാനായത്. ഈ അഭിമാനകരമായ നേട്ടം കേരള ജനതക്കാകെ അവകാശപ്പെട്ടതാണ്. ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിലൂടെ നവകേരള സൃഷ്ടിക്കായുള്ള പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു പടവ് കൂടി നമ്മൾ താണ്ടിയിരിക്കുകയാണ്. ഒരു ജനതയാകെ ഒരുമയോടെ രംഗത്തിറങ്ങുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഈ നേട്ടം തെളിയിക്കുന്നത്. ഓർഡർ. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുന്നതിലൂടെ ലോകോത്തരമായ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത്. സാമൂഹിക സമത്വത്തിലൂന്നി ജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തി ഈ സംസ്ഥാനം ലോകത്തിന് മാതൃകയായി തലയുയർത്തുകയാണ്. സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും സമാനമായ അവസരങ്ങളും വിഭവങ്ങളും ഉറപ്പാക്കുന്ന സർവ്വതല സ്പർശിയായ വികസനമാണ് അതിദാരിദ്ര്യമുക്ത നിർമ്മാർജ്ജനത്തിലൂടെ നാം യാഥാർത്ഥ്യമാക്കുന്നത്. ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ഇത് ചരിത്ര പ്രധാനമാണ്. ഈ ചരിത്ര പ്രധാന നിമിഷമാണ് നിയമസഭ ലോകത്തെ അറിയിക്കുന്നത്. അങ്ങനെ കേരളം ഈ കേരള പിറവി ദിവസത്തിൽ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇതൊരു പുതുയുഗ പിറവിയാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപനം നടത്തി. അതിദാരിദ്ര്യമുക്തമാകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. എന്തായാലും കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോകോത്തരമായ ചരിത്ര മുഹൂർത്തമെന്നാണ് സ്പീക്കർ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. സഭ പുരോഗമിക്കുകയാണ്. ഒരിടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിനിടയിലും അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനം ഈ കേരള പിറവി ദിവസത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളം ഒരു പുതുയുഗ പിറവിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. വി അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ആദ്യം തന്നെ കേരള പിറവി ആശംസകൾ. ഈ ഒരു പുതുയുഗ പിറവി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ ഇനി അങ്ങോട്ട് നമ്മുടെ നാടിനുമെന്ന് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിനിടയിലും ആ വലിയ പ്രഖ്യാപനം രാജ്യത്തെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തെ, അല്ലെ? തീർച്ചയായിട്ടും കേരളം രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയത്. ഒരു പുതുയുഗ പിറവി എന്നാണ് മുഖ്യമന്ത്രി ഈ നിമിഷത്തെ വിശേഷിപ്പിച്ചത്. ലോകോത്തരമായ നേട്ടമെന്ന സ്പീക്കർ എൻ ഷംസീറും അഭിനന്ദിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം ഇതിലും തുടർന്നു. രാവിലെ UDFന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്നാണ് സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ തീരുമാനിച്ചത്. അതിപ്രകാരമായിരുന്നു സഭയിൽ
ഈ ആദ്യം പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് ശനിയാഴ്ച സഭ ചേരുന്നതിന് വേണ്ടി നിലവിലുള്ള ചട്ടം തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം സഭ പാസാക്കി. തൊട്ടു പിന്നാലെ സഭ ചേരാനുള്ള അനുമതിയായി. അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഞങ്ങൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, തുടരുകയാണ്. മാത്രമല്ല മുഖ്യമന്ത്രി നേരത്തെ പുറത്തു പറയുകയും വാർത്താമാധ്യമങ്ങളിലൂടെ പരസ്യം നൽകുകയും ചെയ്ത കാര്യം ചട്ടം 300 സഭയിൽ കൊണ്ടുവരുന്നത് എന്തിനെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ എഴുന്നേറ്റു. അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സഭ ബഹിഷ്കരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയത്. ഈ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പ് എന്ന പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ നിലപാടെടുത്തു. പിന്നീട് സഭയ്ക്ക് പുറത്തും ഇതൊരു PR തട്ടിപ്പാണ് എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുകയായിരുന്നു. ഏതായാലും പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനെ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യ മന്ത്രിയും ഒക്കെ വിമർശിച്ചു. തട്ടിപ്പെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ശീലം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് മറുപടി പറഞ്ഞത്. സംസ്ഥാനം ഇത്തരമൊരു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് ആദ്യം പറയുകയല്ല, നേരത്തെ തന്നെ ഈ 2025 നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന പ്രഖ്യാപനം നേരത്തെ നടത്തിയതാണ്. ഇത് നിയമസഭയിലൂടെ ലോകത്തെ അറിയിക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഇത്തരമൊരു സഭാ സമ്മേളനം വിളിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം ചട്ടം 300 അനുസരിച്ച് മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. ദേശീയ പ്രസ്ഥാനം മുതലുള്ള സംസ്ഥാനത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഓരോ കേരളപ്പിറവി ദിനവും ആഹ്ലാദത്തോടെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ കേരളപ്പിറവി ദിനം കേരള ജനതയ്ക്കാകെ ഒരു പുതുയുഗ പിറവിയുടെ ദിനമാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയുന്ന കാരണത്താൽ ചരിത്രത്തിലിടം നേടുന്ന കേരള പിറവിയാണിത്. ചരിത്രപ്രധാനമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്കും നയപ്രഖ്യാപനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുള്ള നിയമസഭയാണിത്. നവകേരള സൃഷ്ടിയുടെ നാഴികക്കല്ലുകൂടി പിന്നിടുന്ന ചരിത്ര മുഹൂർത്തത്തിലാണ് സഭ സമ്മേളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഏതാണ്ട് അരമണിക്കൂറിൽ താഴെ മാത്രം നീണ്ടുനിന്ന നടപടിക്രമങ്ങൾക്ക് ശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് മറ്റു നടപടികളൊന്നും ഇല്ലാത്തതിനാൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. വൈകിട്ട് ഇത് പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വീണ്ടും ഈ കാര്യം സർക്കാർ പ്രഖ്യാപിക്കും. അത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മലയാളികളുടെ അഭിമാനങ്ങളായ 3 താരങ്ങൾ, മലയാളി അല്ലെങ്കിലും മലയാളികൾ കാണുന്ന മലയാളത്തെ അത്രയധികം സ്നേഹിക്കുന്ന MP കമൽഹാസൻ, മലയാളത്തിന്റെ മെഗാതാരം മമ്മൂട്ടി, സൂപ്പർ താരം മോഹൻലാൽ എന്നിവർ പങ്കെടുക്കുന്ന വലിയൊരു പ്രൗഢഗംഭീരമായ ചടങ്ങ്. നിരവധി ജനങ്ങളെ അതിൽ പ്രതീക്ഷിക്കുന്നു. ആ ചടങ്ങിലൂടെ പ്രൗഢഗംഭീരമായ ചടങ്ങിലും പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം ഉണ്ടാവില്ലേ അരുൺ? അതും ബഹിഷ്കരിക്കാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന് തീരുമാനം? എന്താണ് ഇതിന് പ്രതിപക്ഷം പറയുന്ന കാരണം? എന്തൊക്കെയാണ് അരുൺ? പ്രതിപക്ഷം ആ ചടങ്ങും ബഹിഷ്കരിക്കും. പ്രതിപക്ഷം പലപ്പോഴും സർക്കാരിന്റെ വികസന പരിപാടികൾ ഇത്തരം പരിപാടികളിലൊക്കെ ക്ഷണിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ബഹിഷ്കരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ പ്രതിപക്ഷം ക്ഷണിച്ചു. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വൈകിട്ട് കൊച്ചിയിലാണ്. അതുമാത്രമല്ല, കാരണം ഇതൊരു PR തട്ടിപ്പാണ്. ഈ ഒരു അതിദരിദ്രമില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം എന്ന അവകാശവാദത്തോട് പ്രതിപക്ഷം യോജിക്കുന്നില്ല. കണക്കുകൾ കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അതിനെ ചോദ്യം ചെയ്യുന്നത്. ഏത് തരത്തിലാണ് സംസ്ഥാനം അതിദരിദ്രമില്ലാത്ത കേരളമായി മാറുന്നത്? ഇതൊരു PR തട്ടിപ്പ് മാത്രമാണ്. സംസ്ഥാനത്ത് ഇപ്പോഴും 4 ലക്ഷത്തിൽ പരമദരിദ്രരുടെ എണ്ണം എങ്ങനെയാണ് 64,000 ആയത്? ഏത് ചെപ്പടി വിദ്യയിലൂടെയാണ് സർക്കാർ 1 ലക്ഷത്തിലധികം ആദിവാസി കുടുംബങ്ങളെല്ലാം സുരക്ഷിതരാണോ? 6 ലക്ഷത്തോളം AAY കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ സഹായം ഇല്ലാതാക്കാൻ ഇത് വഴിയുണ്ടാക്കില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ പ്രഖ്യാപനത്തെ പൊള്ളത്തരമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കള്ളക്കണക്ക് തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നത്. വൈകുന്നേരത്തെ ചടങ്ങും പ്രതിപക്ഷ നേതാവും ബഹിഷ്കരിക്കും. ഭവ്യ. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. സഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ അറസ്റ്റിൽ. കേസിൽ 3ാമത്തെ അറസ്റ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായകമായ ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തെന്നും സൂചനയുണ്ട്. ഡാൻ കുര്യൻ നൽകും വിവരങ്ങൾ. ഡാൻ, മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതിന് മുകളിലോട്ട് ആളുകളുണ്ട് എന്ന്. ആ മുകളിലോട്ട് ആളുകളിലേക്ക് എത്തുന്നു എന്ന് വേണം ഈ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അറസ്റ്റിലൂടെ മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അതെന്താണ്?
ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് SIT കഴിഞ്ഞ ദിവസം വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്കിടയിലാണ് പ്രധാനപ്പെട്ട ചില രേഖകൾ അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉറ്റ സുഹൃത്തായ PK വാസുദേവനെ ചോദ്യം ചെയ്യലിനായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഇയാൾക്ക് പുറമെ ദേവസ്വം ബോർഡിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനോടും ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും PK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചാൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയാണ് വാസുദേവനെ പറഞ്ഞയച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് തുടർ നടപടികൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് സുധീഷ് കുമാറിനെ മറ്റ് തുടർ നടപടികളുടെ ഭാഗമായി റാന്നി കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് ബാക്കിയാകുന്നത്. വൈകാതെ തന്നെ കോടതിയിലേക്ക് സുധീഷിനെ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗമായ രണ്ടാമത്തെ ഉദ്യോഗസ്ഥരാണ് അറസ്റ്റിലാകുന്നത്. അതായത് ആദ്യം മുരാരി ബാബു അറസ്റ്റിലാകുന്നു, പിന്നീട് ഇപ്പോൾ സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നു. സുധീഷാണ് ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് മോഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകിയത് എന്നാണ് SITയുടെ കണ്ടെത്തലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്ന 7 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി വൈകാതെ അന്വേഷണമെത്തും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അവരെയും അറസ്റ്റ് അടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് SITയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി. ആണവായുധ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അവർ അത് ചെയ്താൽ ഞങ്ങളും ചെയ്യുമെന്നാണ് റഷ്യയെ ലക്ഷ്യം വെച്ചുള്ള ഒളിയമ്പ്. 33 വർഷത്തിനു ശേഷം ആണവ പരീക്ഷണങ്ങൾക്കുള്ള മൊറട്ടോറിയം നിർത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. കാർത്തിക് വിവരങ്ങളുമായി ചേർന്നു. കാർത്തിക്, ഏറെ ആശങ്കയുണ്ടാക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രംപിന്റെ ഭാഗത്തുനിന്ന്. ആണവായുധ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന് പറയുന്നു. ഇതെന്തിന്റെ സൂചനയാണ്? എന്തായിരിക്കും ട്രംപ് അർത്ഥമാക്കുന്നത്? വിവരങ്ങൾ. ഭവ്യ, ലോകത്തിലെ ഏറ്റവും വലിയ 2 ആണവ ശക്തികൾ അമേരിക്കയും റഷ്യയും ഇവരുടെ പുതിയ നീക്കങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രത്തലവന്മാരുടെ പ്രതികരണവും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ട്രംപ് ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ്. എയർഫോഴ്സ് 1 വിമാനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ട്രംപ് വ്യക്തമാക്കിയത് ആണവ പരീക്ഷണം പുനരാരംഭിക്കും എന്ന സൂചന തന്നെയാണ് ട്രംപ് നൽകിയത്. സ്വാഭാവികമായും ഇത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. അതോടൊപ്പം തന്നെ അവർ അത് ചെയ്താൽ ഞങ്ങളത് ചെയ്യും, ഇതാണ് ട്രംപിന്റെ പ്രതികരണം. ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് റഷ്യയെ ലക്ഷ്യം വെച്ചുള്ള ഒളിയമ്പ് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. നേരത്തെ 2 പുതിയ മിസൈലുകൾ റഷ്യ പരീക്ഷിച്ചിരുന്നു. അതാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനത്തിന് കാരണം എന്നതും ആണ് ശ്രദ്ധേയം. ആണവ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പെസൈഡോൺ എന്ന ജലാന്തര ഡ്രോണും അതോടൊപ്പം തന്നെ ബൂറേവെസ്നിക് ക്രൂയിസ് മിസൈലുമാണ് റഷ്യ അടുത്തിടെ പരീക്ഷിച്ചത്. റഷ്യ ഇത് പരീക്ഷിച്ച സാഹചര്യത്തിലാണ് ആണവായുധ പരീക്ഷണങ്ങൾക്ക് അമേരിക്കയും ഒരുങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 1992 ശേഷമാണ് ആണവായുധ പരീക്ഷണം നടത്തും എന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. കാരണം 33 വർഷങ്ങൾ ഏറെക്കുറെ ആണവായുധ പരീക്ഷണങ്ങൾ കുറവായിരുന്നു. ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള പ്രധാന നീക്കമാണ് ആണവായുധങ്ങൾ പരീക്ഷിക്കുക എന്നത്. സ്വാഭാവികമായും ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ആയുധങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നതും. ഇത്തരത്തിൽ റഷ്യയും US തമ്മിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ശീതയുദ്ധം നിലനിന്നിരുന്നു. ആ സമാനമായ സാഹചര്യത്തിലേക്ക് ലോകം പോകുമോ എന്ന ആശങ്കയാണ് വിദഗ്ധരടക്കം ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. 1996 ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുത്ത് ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി തയ്യാറാക്കിയിരുന്നു. 187 രാജ്യങ്ങൾ ഈ കരാറിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു. ഈ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് അമേരിക്ക. ഈ കരാർ പക്ഷേ പല ഘട്ടങ്ങളിലും ഇത് അംഗീകരിക്കുന്നില്ല എന്ന തരത്തിൽ പ്രതികരണങ്ങൾ വന്നിരുന്നു. ഈ കരാർ പൂർണ്ണമായി അംഗീകരിക്കുകയും അതിൽ ഒപ്പിടുകയും ചെയ്ത രാജ്യമാണ് റഷ്യ. ഇത്തരത്തിൽ 2 രാജ്യങ്ങളാണ് പുതിയ സാഹചര്യത്തിൽ അവരുടെ പ്രതികരണങ്ങൾ വലിയ തോതിൽ ആഗോളതലത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. 2023 ഈ
ഉടമ്പടി സംബന്ധിച്ച് ഇത് അംഗീകരിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന തരത്തിൽ റഷ്യ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. 2025 ആണവായുധ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാനുള്ള സ്വയം പ്രഖ്യാപിത മൊറട്ടോറിയം അവസാനിപ്പിക്കുകയാണെന്നായിരുന്നു റഷ്യയുടെ പ്രഖ്യാപനം. ഇതിന് പിന്നാലെയാണ് അമേരിക്കയും സമാനമായ രീതിയിൽ മൊറട്ടോറിയം പിൻവലിക്കുമെന്ന് പ്രതികരിച്ചിരിക്കുന്നത്. 92 US കോൺഗ്രസ് മുൻകൈയെടുത്താണ് ഇത്തരത്തിൽ ആണവായുധ പരീക്ഷണം നിരോധിച്ചുകൊണ്ടുള്ള ഒരു മൊറട്ടോറിയം നിലവിൽ കൊണ്ടുവന്നത്. ആ മൊറട്ടോറിയം നിരോധിച്ചാൽ സ്വാഭാവികമായും അത് ആഗോളതലത്തിൽ വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിക്കും. സ്വാഭാവികമായും പുതിയ ആണവായുധങ്ങൾ ഇരു രാജ്യങ്ങളും മിനുക്കിയെടുക്കുന്നു എന്ന് കണക്കാക്കണം ഈ ഘട്ടത്തിൽ. ഇത് ആഗോളതലത്തിൽ എന്തായാലും വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഭവ്യ PR കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന ദ്വീപ് മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഒരുങ്ങി വ്യോമസേന. ഇതിന്റെ ഭാഗമായി മിനിക്കോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം തുടങ്ങും. ആയുധങ്ങളും മരുന്നും എത്തിക്കാൻ ശേഷിയുള്ള മൾട്ടി പർപ്പസ് ഡ്രോണുകൾ ദ്വീപ് മേഖലയിൽ കൂടുതലായി വിന്യസിക്കുമെന്നും എയർ മാർഷൽ നിർദ്ദേശങ്ങൾ തിവാരി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ ദ്വീപ് മേഖലകളിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്താണ് നിർണായക നീക്കത്തിന് വ്യോമസേന തയ്യാറെടുക്കുന്നത്. നിലവിൽ ഒരു വിമാനം മാത്രം ഇറങ്ങാൻ കഴിയുന്ന മിനിക്കോയ് ദ്വീപിൽ പുതുതായി വിമാനത്താവളം നിർമ്മിക്കുമെന്നും എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി. The first part in terms of what is the capacity enhancement we are looking, as you already aware that Agathi is the only airfield that we have. So there is an expansion plan for that airfield to ensure that we are able to accommodate bigger aircrafts, have some limited tarmac space so that the current limitation of having only one aircraft going at a time is not there. We also have to increase our surveillance capability. So we are already deploying certain radars in those areas. We are also going to develop another airport at Minicoy. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഡ്രോണുകളും ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിന്യസിക്കാനാണ് തീരുമാനം. 30 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള തമിഴൻ കാർഗോ ഡ്രോൺ, 50 കിലോ ഭാരം വഹിച്ച് 20 കിലോമീറ്റർ വരെ പറക്കുന്ന മിസ്റ്ററൽ സൊല്യൂഷൻസ് ഡ്രോൺ, ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഫാൽക്കൺ ആം ഡ്രോൺ, 50 മുതൽ 200 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയും 50 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഐഡിയ ഫോർജ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ആധുനിക ഡ്രോണുകളും വ്യോമസേനയുടെ നിരീക്ഷണ സംവിധാനങ്ങളുടെ ഭാഗമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. പോരാട്ടം കടുപ്പിച്ച ബീഹാർ. ബീഹാറിൽ NDA പ്രകടന പത്രിക പുറത്തിറങ്ങിയതോടെ ഇരുമുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളുടെ പൂർണ്ണ ചിത്രം വ്യക്തമായി. ഇരുമുന്നണികളും കൂടുതൽ തൊഴിലവസരങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകളുടെ പ്രശ്നപരിഹാരവും ക്ഷേമ പ്രഖ്യാപനങ്ങളും ഉൾപ്പെടെ വോട്ടർമാർക്ക് മുന്നിൽ ഇരു സഖ്യങ്ങളും വാഗ്ദാന പെരുമഴ ചൊരിയുകയാണ്. NDAയുടെ സ്വപ്നങ്ങൾ പറയുന്നു സങ്കൽപ് പത്ത്. മഹാഗഠബന്ധന്റെ വാഗ്ദാനം ബീഹാർ ക തേജസ്വി പ്രാൺ. 2 പ്രകടന പത്രികകളും ബീഹാറിലെ വോട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുന്നു. ഇന്ത്യ ബ്ലോക്ക് ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ NDA വാഗ്ദാനം ചെയ്യുന്നത് 1 കോടി തൊഴിലവസരങ്ങളാണ്. സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ദരിദ്രർ, കർഷകർ എന്നിവരെ 2 വിഭാഗവും കാര്യമായി പരിഗണിച്ചിട്ടുണ്ട്. അധികാരത്തിൽ വന്നാൽ മഹാഗഠബന്ധൻ പ്രതിമാസം 2500 രൂപ സ്ത്രീകൾക്ക് ധനസഹായം നൽകും. പെൺമക്കൾക്ക് ആനുകൂല്യം, വിദ്യാഭ്യാസം, പരിശീലനം, വരുമാനം, അമ്മമാർക്ക് വീട്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ ബേട്ടി മായ് പദ്ധതികൾ കൊണ്ടുവരും. എല്ലാ കമ്മ്യൂണിറ്റി മൊബിലൈസർ ദീദിമാരെയും സ്ഥിരപ്പെടുത്തും. മറുവശത്തെ ഭരണസഖ്യം അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 കോടി ലഖ്പതി ദീദിമാരെ സൃഷ്ടിക്കും. സ്ത്രീകളെ കോടീശ്വരികളാക്കാൻ മിഷൻ ക്രോർപതി വാഗ്ദാനം ചെയ്യുന്നു. പഞ്ചായത്തിലും നഗരസഭകളിലും EBCകൾക്കുള്ള സംവരണം 20-ൽ നിന്ന് 30 ഉയർത്താൻ പദ്ധതിയിടുന്നു മഹാഗഠബന്ധൻ. ജനസംഖ്യയുടെ 36% വരുന്ന അങ്ങേയറ്റ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 10 ലക്ഷം രൂപ സഹായം NDA വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ വിളകളുടെയും താങ്ങുവില മഹാഗഠബന്ധന്റെ വാഗ്ദാനം. തൊഴിലുറപ്പ് ദിവസവേതനം 255 രൂപയിൽ നിന്ന് 300 ഉയർത്തും. മൊത്തം തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 200 ആക്കും. കർപ്പൂരി താക്കൂർ കിസാൻ സമ്മാൻ നിധി പ്രകാരം കർഷകർക്ക് 3 വർഷത്തേക്ക് പ്രതിവർഷം 3000 രൂപ നൽകുമെന്ന് NDA. കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 1 ലക്ഷം കോടി രൂപ ചെലവഴിക്കും. IT പാർക്കുകൾ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ, ക്ഷീര കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ, വിദ്യാഭ്യാസ നഗരത്തിന്റെ നിർമ്മാണം, വ്യവസായ ക്ലസ്റ്ററുകൾ എന്നിവയെക്കുറിച്ച് മഹാഗഠബന്ധൻ സംസാരിക്കുന്നു. 4 നഗരങ്ങളിൽ കൂടി മെട്രോ സേവനങ്ങൾ നൽകുന്നതിനെക്കുറിച്ചും പട്ന, ദർഭംഗ, പൂർണിയ, ബഗൽപൂർ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും NDA സംസാരിക്കുന്നു. സൗജന്യ വൈദ്യുതി മുതൽ വെള്ളപ്പൊക്ക മാനേജ്മെന്റ് ബോർഡ് വരെയുണ്ട് വാഗ്ദാന പെരുമഴകളിൽ എന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
വാർത്താമാധ്യമങ്ങൾ ജനാധിപത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണെന്നും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മാധ്യമധർമ്മം ന്യൂസ് 18 എന്നും കാത്തുസൂക്ഷിക്കുമെന്നും പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ന്യൂസ് 18 കേരളയുടെ ബ്രാൻഡ് അവാർഡ് 2025 ചടങ്ങിൽ മുഖ്യപ്രഭാഷണത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. നമ്മുടെ നാടിന്റെ സംരംഭകത്വ വിജയ വഴികളിൽ മുൻനിരയിൽ നിൽക്കുന്നവരെയാണ് ഇന്ന് ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്നത്. പുത്തൻ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ വിവിധ വ്യവസായങ്ങളെ ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ച മികച്ച ബ്രാൻഡുകളെയാണ് ന്യൂസ് 18 കേരളം ബ്രാൻഡ് അവാർഡ് 2025 ആദരിച്ചത്. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ലെഗസി ബ്രാൻഡ് എക്സലൻസ് അവാർഡ്, ആ അവാർഡിന് അർഹരായിരിക്കുന്നത് SLK ഫുഡ് പ്രോസസിംഗ്, Kerala's #1 eco-friendly and most trusted paint brand award ആണ്. ആ അവാർഡിന് അർഹരായിരിക്കുന്നത് NCI First Paint Private Limited, State of the Art Education Provider. ആ അവാർഡിന് അർഹരായിരിക്കുന്നു IBIS Group of Institutions. Most Trusted Traditional Food Products, ആ അവാർഡിന് അർഹരായിരിക്കുന്നു BG Asafoetida, Innovative Eco-Friendly Product. VPS Innovative Solutionsനാണ് ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. മോസ്റ്റ് ട്രസ്റ്റഡ് റൂറൽ ഫിനാൻസ് കമ്പനി ഏതാണെന്ന് പറയാം, സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചേഞ്ച് മേക്കർ ഓഫ് ദ ഇയർ, ദിലീപ് RK സ്റ്റഡി അബ്രോഡ്. കേരള സിഗ്നേച്ചർ ബ്രാൻഡ്, ആ സിഗ്നേച്ചർ ബ്രാൻഡിനുള്ള പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് ഗോഡ്സ് ഓൺ ഫുഡ് സൊല്യൂഷൻസ്, ജാക്ക് ഫ്രൂട്ട് 365. മോസ്റ്റ് ട്രസ്റ്റഡ് ബിൽഡേഴ്സ്, ആ അവാർഡിന് അർഹരായിരിക്കുന്നു സ്കൈലൈൻ ഫൗണ്ടേഷൻ. ബ്രാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആണ് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട DC ബുക്സിനാണ് ആ പുരസ്കാരം. ഗവർണർക്കുള്ള ഉപഹാരം നെറ്റ്വർക്ക് 18 ചീഫ് കണ്ടന്റ് ഓഫീസർ സന്തോഷ് രാമചന്ദ്ര മേനോൻ സമ്മാനിച്ചു. ന്യൂസ് 18 നെറ്റ്വർക്ക് സൗത്ത് മാനേജിംഗ് എഡിറ്റർ വിവേക് നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. വയനാട് ദുരന്തത്തിലടക്കം ന്യൂസ് 18 കേരളം നടത്തിയ ഇടപെടലുകളെ CV ആനന്ദബോസ് പ്രത്യേകം പരാമർശിച്ചു. എനിക്കറിയാം ന്യൂസ് 18 എത്ര ഭംഗിയായിട്ട് നമ്മുടെ വയനാട് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ന്യൂസ് 18 രംഗത്തുണ്ടായിരുന്നു. 24/7 വളരെ സ്തുത്യർഹമായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഞാൻ ഇവിടെ ചെന്നിരുന്നു. യുവ വയലിനിസ്റ്റ് R ബാലഗോപാലിന്റെ സംഗീത വിരുന്ന് ചടങ്ങിന് കൂടുതൽ മിഴിവേകി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ആക്കുളത്ത് ഒരു കണ്ണാടി പാലമുണ്ട്. കാണേണ്ട കാഴ്ചയാണ്. 1.25 കോടി ചെലവിൽ 70 അടി ഉയരവും 52 മീറ്റർ നീളവുമുള്ള പാലത്തിലൂടെ നടന്ന് ആക്കുളം കായലിന് മുകളിൽ നിന്നുള്ള മനോഹര കാഴ്ചകൾ കാണാം. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് തുടങ്ങുന്ന ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒട്ടേറെ പേരാണ് എത്തുന്നത്. ഈ റിപ്പോർട്ടോടെ 9 മണി വാർത്ത പൂർത്തിയാകും. നമസ്കാരം. സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനായി ടൂറിസം വകുപ്പിന് കീഴിലെ സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ണാടി പാലമാണിത്. ആക്കുളം കായലിലൂടെയുള്ള മനോഹര കാഴ്ചകൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. 70 അടി ഉയരവും 52 മീറ്റർ നീളവുമുള്ള പാലം 1.25 കോടി ചിലവഴിച്ചാണ് നിർമ്മിച്ചത്. മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് പ്രവേശന ഫീസ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് മുകളിൽ നിന്ന് തുടങ്ങുന്ന ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ സന്ദർശകർക്ക് താഴെ വ്യോമസേനയുടെ മ്യൂസിയം അടക്കമുള്ള കാഴ്ചകൾ ആസ്വദിക്കാനാകും. വൈകുന്നേരങ്ങളിൽ ഇവിടേക്കെത്തുന്നവർക്ക് സൂര്യാസ്തമയവും ആസ്വദിക്കാൻ കഴിയും. Very nice experience. The glass bridge, Air Force Museum, all overall very nice experience. Everybody should visit it. We are from Gujarat and in Trivandrum this glass bridge very good must visit place. തിരുവനന്തപുരം DTPCയുമായി സഹകരിച്ച് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രൈസസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. വൈബ്കോസിന് കീഴിലെ യുവ സംരംഭകരാണ് നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിച്ചത്. കൃത്രിമ മഴ, മൂടൽമഞ്ഞ്, ലൈറ്റുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 20 പേർക്ക് കയറാൻ പറ്റുന്ന തരത്തിലാണ് നിർമ്മാണം.
സ്കൈ സൈക്ലിംഗ് തുടങ്ങി 10ഓളം ഹൈറോപ്പ് ആക്ടിവിറ്റികൾ, ശീതീകരിച്ച മ്യൂസിക്കൽ ഫൗണ്ടൈൻ, ലേസർ ഷോ തിയേറ്റർ, ഇന്ത്യൻ എയർഫോഴ്സ് മ്യൂസിയം, 12D തിയേറ്റർ, കമ്പ്യൂട്ടർ ഗെയിമിംഗ് സോൺ, ഫിഷ് സ്പാ, കുട്ടികൾക്കായുള്ള സോഫ്റ്റ് പ്ലേ ഏരിയ, ടോയ് ട്രെയിൻ തുടങ്ങിയവ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ആകർഷകമായ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. ഗ്ലാസ് ബ്രിഡ്ജിന്റെ വരവോടുകൂടി ഇവിടുത്തെ ആകർഷണീയത ഒന്നും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ആക്കുളം കായലിന്റെ ദൃശ്യമനോഹാരിതയും സൂര്യാസ്തമയമെല്ലാം ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം.